ഐസലുസേ, നമ്മൾ പിന്നെ യാത്രകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും നമ്മളെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കോട്ടിങ് ഉണ്ട്. യാത്ര ചെയ്യുന്ന ആൾ ഒഴുകുന്ന വെള്ളം പോലെയാണ്, അതേപോലെ യാത്ര ചെയ്യാത്ത ആളുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും നമുക്ക് ഒരു അല്ലേ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഒരു നിങ്ങളെ അനുഭവം എങ്ങനെ എങ്ങനെ മനസ്സിലാവണം നിങ്ങൾക്ക്? യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം യാത്ര ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ ഷഫീ മാമു പറഞ്ഞ പോലെ യാത്ര ചെയ്യാത്തവൻ കെട്ടി നിൽക്കുന്ന വെള്ളം പറഞ്ഞതുപോലെ നമ്മൾ എത്രത്തോളം യാത്ര ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ഒഴുകുന്ന വെള്ളം പോലെയാണെന്ന്. അതായത് നമ്മളുടെ ശരീരം അതുപോലെ മനസ്സും ഒക്കെ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലുള്ള മോശമായ ചിന്തകൾ അതുപോലെ പ്രയാസങ്ങൾ ഒക്കെ നീങ്ങിപ്പോകുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ അല്ലേ പല ആളുകളെ കാണുന്നുണ്ട്, വ്യത്യസ്തമായ അനുഭവങ്ങൾ, അതേപോലെ അവരുടെ ആചാരങ്ങൾ അല്ലേ. ഓരോരുത്തരും ഓരോ, ഇപ്പോൾ നമ്മൾ ഒരു കേരളത്തിനൊരു വടക്കേ അറ്റത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഭക്ഷണ ശീലങ്ങൾ, അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഓടി വരാം. തീർത്തും നമുക്കൊരു അല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു കോട്ടിങ് എന്തിനും അല്ലേ യാത്രകളെ കുറിച്ച് പറയുമ്പോൾ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു എന്താണ് ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ അതിലുണ്ടാവും. നമുക്ക് പല ആളുകളിലെ പല പ്രയാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രയാസം ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് യാത്രയിലൂടെ. തീർത്തും യാത്ര എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാം കൊണ്ടും അല്ലേ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നമുക്കൊരു എനർജി തരുന്ന എന്നുള്ളതാണ് ഈ യാത്ര കൊണ്ടൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാര്യം.